സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വവും എന്താ ചെയ്യും? പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകാറുണ്ടോ? ആ ലക്ഷ്യങ്ങൾ ഒന്നിന്റെ ഏതാണ്, അഞ്ചാമത്തതിന്റെ ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ പുകപോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളുടേത് അല്ലെ. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുകയാണെങ്കിൽ ഇനി പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, അതായത് ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചവത്സര പദ്ധതിയുടെ ഓരോ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫുൾ മാർക്ക് നേടിയിരിക്കും എന്നതിൽ ഒരു സംശയമില്ല. കാരണം നമ്മൾ ഒരു കോഡോട് കൂടി പഠിക്കാനായിട്ട് പോവുകയാണ്. സോ അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. എൻട്രിയിൽ ഇപ്പോൾ ഫ്യൂച്ചർ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഫ്യൂച്ചർ ഫെസ്റ്റ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. 50% ഓഫറോട് കൂടി നമുക്ക് നോർമൽ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. 25% ഓഫറോട് കൂടി ഗോൾഡ് കോഴ്സസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇത് ഡിസംബർ 31 വരെ മാത്രമുള്ള ഓഫറാണ്. സോ നിങ്ങൾക്കും വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റിനുള്ള PSCക്ക് പഠിക്കുന്നവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്തിരിക്കുക. അവർക്കും ആ ഒരു വളരെ ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കണം, ഒരു വർഷത്തേക്കുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് ഡീലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു അവസരം മിസ്സാക്കരുത്. മിസ്സാക്കി പിന്നീട് വേണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു റേറ്റ് ആയിരിക്കത്തില്ല അന്നത്തെ റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, ജനുവരി 1-ാം തീയതി നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ എന്റെ സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നോടൊപ്പം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ ഒരു ബാച്ചിന്റെ ഭാഗമാകാം. അത് അതിന് മുമ്പ് പർച്ചേസ് ചെയ്യുക. ഡിസംബർ 31 മുമ്പായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ആ 25% ഓഫറോട് കൂടി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഡിസംബർ 22-ന് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആൻഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് കം മെയിൻസ് എന്റെ സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഡിഗ്രി ലെവൽ പരീക്ഷയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോ നമ്മള് ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത്? പഞ്ചവത്സര പദ്ധതിയാണ്. ക്യാപ്സ്യൂളിന്റെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ കമന്റ്സിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടാണ് അത് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്. ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ പഞ്ചവത്സര പദ്ധതികളുടെ ടോപ്പിക്, ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതി എടുക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു മോഡലിനെ പറ്റിയിട്ടും അതിന്റെ ആ ഒരു എന്താണ് സക്സസ് റേറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് മറ്റൊരു റിവിഷൻ ക്ലാസ്സിലൂടെ അത് പഠിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു, 5-ാമത്തതിന്റെ ലക്ഷ്യം എന്തായിരുന്നു, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത്. ആ ചോദ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഒരു കോഡിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത് കൃത്യമായിട്ട് ഇതിന്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചെടുക്കുക. ഈ ടേബിൾ ഞാൻ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വർഷം കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്തിരിക്കണം. ഓക്കെ. അത് ഞാൻ പിന്നീടത്തെ ക്ലാസ്സിലായിരിക്കും ഈ വർഷത്തിനൊക്കെ പറ്റിയിട്ടുള്ള കോഡുകൾ വരുന്നത്. ഇപ്പൊ നമ്മളിതാ ആ ബോക്സിൽ കിടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാനായിട്ട് പോകുന്നുള്ളൂ. എല്ലാം കൂടെ പഠിപ്പിച്ച് മൊത്തത്തിൽ നിങ്ങളെ കുളമാക്കേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് വീതം നമുക്ക് പഠിച്ചു പോകാം, സമയമുണ്ട്. ഓക്കെ. അപ്പൊ ഇതാ നോക്കൂ, ഇത് നമ്മള് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു വെച്ചിരിക്കുക, എന്തൊക്കെയാണ് എന്തെല്ലാമാണ് ഇതെങ്ങനെയൊക്കെ പഠിച്ചു വെക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ വായിച്ചു തരാം, കേട്ടിരിക്കുക. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1951 മുതൽ 56 വരെയാണ്. ഓക്കെ. അവിടെ അവര് ലക്ഷ്യം വെച്ചിരുന്നത് എന്തായിരുന്നു? കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു. ഓക്കെ. അത് നമ്മുടെ മനസ്സിൽ നിൽക്കും. ഇനി 2-ാമത്തതിലേക്ക് വായോ. 2-ാമത്തതിൽ എന്താണ്? 56 മുതൽ 61 വരെയുള്ള കാലയളവിലാണ് 2-ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. അവിടുത്തെ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? വ്യാവസായിക വികസനമായിരുന്നു. 3-ലേക്ക് വായോ. 1961 മുതൽ 66 വരെ ആയിരുന്നു ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. കട്ടിയായി തുടങ്ങിയല്ലേ? ഇത് രണ്ടും കുഴപ്പമില്ലായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകും. ഓക്കെ. ഇനി 4-ലേക്ക് വരുമ്പോൾ 1969 മുതൽ 74 സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വമാണ്. സോ അവിടെയും ഇവിടെയും തമ്മിൽ മൊത്തത്തിൽ കുളവായി. ഇനി 5-ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. 6-ാമത്തതിന്റെ എന്താണ്? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യുക? മെച്ചപ്പെടുത്തുക. ദെൻ 7-ാമത്തതിന്റെ എന്താണ്? ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവുമാണ് വരുന്നത്. ആൻഡ് 8-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാനവശേഷി വികസനമായിരുന്നു. 9-ന്റേത് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ്. 10-ന്റേത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11
മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണെങ്കിൽ 12ാമത്തത് എന്താണ്? സുസ്ഥിര വികസനമാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ വന്നാൽ, ഇങ്ങനെയൊക്കെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ തെറ്റിക്കത്തില്ല. നിങ്ങൾ എന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. ഒരു 3 സെന്റൻസ് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, 3 സെന്റൻസ്. അത് ചുമ്മാ നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കാണാപ്പാഠം പഠിക്കുകയല്ല വേണ്ടുന്നത്. ഇമാജിൻ ചെയ്ത ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരത്തില്ലേ? നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചിത്രങ്ങളിലൂടെ പഠിച്ച കാര്യങ്ങൾ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമ്മുടെ തലച്ചോറിലേക്ക് ലോഡായി വരും. ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. ഓക്കെ, പിന്നീടായിരിക്കും നമ്മൾ പഠിച്ച കോഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്നത്. സോ മാക്സിമം നമ്മൾ ചിത്രങ്ങളിലൂടെ മനസ്സിലോ ചിത്രീകരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ സെന്റൻസ് എന്താണ്? ആദ്യം കൃഷിയും രണ്ടാമത് വ്യവസായവും ഭക്ഷ്യസമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ലഭ്യമാക്കും. ഓക്കെ, എന്താണ്? ആദ്യം കൃഷിയും രണ്ടാമത് വ്യവസായവും എന്തിന്റെയാണ്? ഭക്ഷ്യസമ്പദ്ഘടന. ഓക്കെ, കൃഷി വ്യവസായം ഭക്ഷ്യസമ്പദ്ഘടന. കണ്ടോ? വ്യവസായം, കൃഷിയിലൂടെ ഭക്ഷ്യം കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. വ്യവസായത്തിലൂടെ സമ്പദ്ഘടന, അതിന്റെ എന്ത് ലഭിക്കും എന്നാണ് പറയുന്നത്? ലഭ്യമാക്കും എന്നാണ് പറയുന്നത്. സ്വയം പര്യാപ്തത ലഭ്യമാക്കും. ഓക്കെ, സ്വയം പര്യാപ്തത ലഭ്യമാക്കും. അങ്ങനെ ലഭ്യമാക്കുമ്പോൾ ഇത് സ്ഥിരതയുള്ള വളർച്ചയും സ്വാശ്രയത്വവും ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് സ്ഥിരതയുള്ള വളർച്ചയും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സ്ഥിരതയുള്ള വളർച്ചയും സ്വാശ്രയത്വവും ഉണ്ടാക്കും. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞ ഒരു 3-4 തവണ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഓക്കെ ആയിക്കോളും. അല്ലെങ്കിൽ ഒരു 2-3 തവണ എഴുതി നോക്കിയാൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിന്നോളും കേട്ടോ. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ. ആദ്യം കൃഷിയും രണ്ടാമത് വ്യവസായവും. ഓക്കെ, ഇനി ഇതിനെ തമ്മിൽ രണ്ടിനെയും കൂടെ കൂട്ടി വെക്കുക. ഓക്കെ, എന്തിന്റെയാണ്? കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഭക്ഷ്യം ആൻഡ് വ്യവസായവുമായി ബന്ധപ്പെട്ട സമ്പദ്ഘടന. ഓക്കെ, അപ്പോ മൂന്നാമതായിട്ട് പറയേണ്ടത് എന്താണ്? ഭക്ഷ്യ സമ്പദ്ഘടനയുടെ എന്ത് ലഭ്യമാക്കും എന്നാണ് പറയുന്നത്? സ്വയം പര്യാപ്തത ലഭ്യമാക്കും. ഓക്കെ, സ്വയം പര്യാപ്തത ലഭ്യമാക്കും. ഇത് എന്ത് സംഭവിക്കും? സ്ഥിരത അങ്ങനെ കിട്ടുമ്പോൾ, അങ്ങനെ സ്വയം പര്യാപ്തത ലഭ്യമാക്കുമ്പോൾ ഇത് സ്ഥിരതയുള്ള ഒരു വളർച്ചയും സ്വാശ്രയത്വവും സ്ഥിരതയുള്ള വളർച്ചയും സ്വാശ്രയത്വവും ലഭ്യമാക്കും എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. ഒന്നും കൂടെ നോക്കേ. ആദ്യം കൃഷിയും രണ്ടാമത് വ്യവസായവും ഭക്ഷ്യ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ലഭ്യമാക്കും. ഇത് സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വവും എന്താ ചെയ്യും? ഉണ്ടാക്കും എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അത് 2-3 തവണ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇനി ഒരു 4 എണ്ണത്തിന്റെ നമ്മളുടെ മനസ്സിൽ നിൽക്കും. നോക്കൂ, ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ആദ്യം കൃഷി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? 1ഉം 2ഉം ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യും. അത് ഈസിയാണ്. അതിന് പ്രത്യേകിച്ച് കോഡ് വേണ്ടതാനും. എന്നാലും നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. ഓക്കെ, കൃഷിയാണ് മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടേത് കൃഷിയായിരുന്നു. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മെയിൻ ഫോക്കസ് ഏരിയ എന്താണ്? വ്യാവസായിക വികസനമാണ്. വ്യാവസായിക വികസനം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം കൃഷിയും രണ്ടാമത് വ്യവസായവും. അപ്പൊ 2 എണ്ണം കിട്ടിയേ. ആദ്യം കൃഷി, രണ്ടാമത് വ്യവസായം കിട്ടിയല്ലോ. ഓക്കെ, ഇനി എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? ഭക്ഷ്യ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഓക്കെ, ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ്. ഇത് നമ്മൾ ചേർത്തിട്ടാണ് എന്ത് പറഞ്ഞത്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഭക്ഷ്യ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ, ഭക്ഷ്യ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഒന്നുകൂടെ, ഭക്ഷ്യ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. മനസ്സിലായോ? അപ്പോ എന്ത് പറഞ്ഞു? ആദ്യം കൃഷിയും രണ്ടാമത് വ്യവസായവും ഭക്ഷ്യ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ലഭ്യമാക്കും എന്ന് പറഞ്ഞു. ഇത് എന്താണ് പറഞ്ഞത്? സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും ഉണ്ടാക്കും അല്ലെ? അതാണ് പറയുന്നത്. 4ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ്. സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ്. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഈ 4 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്താ? ആദ്യം കൃഷി, രണ്ടാമത് വ്യവസായം, മൂന്നാമത്തത് എന്താണ്? എന്ത് ലഭ്യമാക്കുമെന്നാണ് പറഞ്ഞത്? ഭക്ഷ്യ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ലഭ്യമാക്കുമെന്നാണ് പറഞ്ഞത്. സോ അത് നമുക്ക് കിട്ടി. ആൻഡ് 4ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞു?
ഇത് സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും ഉണ്ടാക്കും എന്ന് പറഞ്ഞു അല്ലേ? അതാണ് 4ൻ്റെത്, സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വവും. അപ്പൊ ഈ 4 നല്ല അടിപൊളിയായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അടുത്തതിലേക്ക് വരിക. ഓക്കെ, 4 നല്ല വൃത്തിയായിട്ട് പഠിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അടുത്തത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. എന്താണ് ആ സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞേ, ഒന്ന് കണ്ണടച്ചൊന്ന് പറഞ്ഞേ. ആദ്യം കൃഷിയും രണ്ടാമത് വ്യവസായവും ഭക്ഷ്യസമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ലഭ്യമാക്കും. ഇത് സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും ഉണ്ടാക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? പഠിച്ചു കഴിഞ്ഞല്ലോ, സംശയമില്ലല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ പഠിച്ചു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ അടുത്ത സെന്റൻസ് നിങ്ങളെ പഠിപ്പിക്കട്ടെ. ഓക്കെ, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തോരം സെന്റൻസുകൾ, എന്തോരം പദ്യങ്ങളും ഒക്കെ നിങ്ങൾ പഠിച്ചതാണല്ലേ? സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ സംഭവമായിട്ടൊന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങൾ വായി കൊള്ളാത്ത പാട്ടുകൾ പോലും നിങ്ങളിപ്പോൾ പാടിക്കൊണ്ട് നടക്കുന്നില്ലേ? അതൊക്കെ എങ്ങനെയാണ്? നമ്മൾ കൂടുതലായിട്ട് അതിനെ ശ്രദ്ധിച്ചാണ് നമ്മുടെ മനസ്സിൽ അത്തരത്തിലുള്ള പാട്ടുകൾ പോലും, അത്രത്തോളം കടുകട്ടിയായിട്ടുള്ള പാട്ടുകൾ പോലും നമുക്ക് പാടാനായിട്ട് സാധിക്കുന്നത് അല്ലേ? സോ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഒന്നും അല്ല കേട്ടോ. അത് വെച്ച് ഒരു ഗുണവും ഇല്ല, പക്ഷെ ഇത് വെച്ച് നമുക്ക് ഒരു മാർക്ക് കിട്ടും. അത് മാത്രമാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സെന്റൻസ് നോക്കിക്കേ മക്കളെ. അതവിടെ വെക്കുക. 4 നമുക്ക് കിട്ടി ആദ്യത്തെ സെന്റൻസിലൂടെ, അതവിടെ വെച്ചിരിക്കുക. ഇനി അടുത്ത സെന്റൻസിലേക്ക് പോകുന്നു. സെന്റൻസ് ഇങ്ങനെയാണ്: ദാരിദ്ര്യം മാറാൻ. ഓക്കെ, ദാരിദ്ര്യം മാറാൻ 6 പേർ ചേർന്ന് കൃഷിയും വ്യവസായവും മെച്ചപ്പെടുത്തിയപ്പോൾ 7ാമത്തെ ആൾക്ക് ആധുനികവൽക്കരണത്തിലൂടെ തൊഴിൽ കിട്ടി. ഒന്നും കൂടെ, ദാരിദ്ര്യം മാറാൻ എന്ത് ചെയ്തു? 6 പേര് ചേർന്ന് കൃഷിയും വ്യവസായവും മെച്ചപ്പെടുത്തി. ഒന്നുകൂടെ, ദാരിദ്ര്യം മാറാൻ 6 പേർ ചേർന്ന് കൃഷിയും വ്യവസായവും മെച്ചപ്പെടുത്തി. അപ്പോൾ 7ാമത്തെ ആൾക്ക് എന്ത് ചെയ്തു? ആധുനികവൽക്കരണത്തിലൂടെ തൊഴിൽ കിട്ടി എന്നാണ് പറയുന്നത്. ആധുനികവൽക്കരണത്തിലൂടെ എന്ത് കിട്ടി? തൊഴിൽ കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് പഠിച്ചാലോ? ശ്രദ്ധിക്കുക. അഞ്ചാമത്തത് ദാരിദ്ര്യം മാറാൻ. ഓർത്തിരിക്കുക, 5 ദാരിദ്ര്യ നിർമാർജനമാണ്. 5ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ദാരിദ്ര്യ നിർമാർജനമാണ്. അപ്പൊ ദാരിദ്ര്യം മാറാൻ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? 6 പേർ ചേർന്ന് കൃഷിയും വ്യവസായവും മെച്ചപ്പെടുത്തി എന്നാണ് പറയുന്നത്. 6 പേർ എന്ന് പറയുമ്പോൾ ഈ 6ാം പഞ്ചവത്സര പദ്ധതിയാണ് ഉദ്ദേശിച്ചത്. അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു? കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നു? മെച്ചപ്പെടുത്തുന്നു. അപ്പൊ 6 പേർ ചേർന്ന് കാർഷിക കൃഷിയും വ്യവസായവും എന്ത് ചെയ്തു? മെച്ചപ്പെടുത്തി എന്ന് പറയുന്നു. ഒന്നും കൂടെ, 5ാമത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ടാണ് 6 പേർ ചേർന്ന് കൃഷിയും വ്യവസായവും എന്ത് ചെയ്യുന്നത്? മെച്ചപ്പെടുത്തുന്നത്. ഓക്കെ, അങ്ങനെ 6 പേർ ചേർന്ന് മെച്ചപ്പെടുത്തിയപ്പോൾ 7ാമത്തെ ആൾ എന്താ ചെയ്യുന്നത്? നോക്കിക്കേ, 7ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ആധുനികവൽക്കരണത്തിലൂടെ തൊഴിൽ നേടി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. ഇതൊക്കെ പണ്ട് കാലം തൊട്ടുള്ള കോഡാണ് കേട്ടോ. പണ്ട് കാലം തൊട്ടേ BSc പഠിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ സ്ഥിരമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടും ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കിയ കോഡൊന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ 7ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ ആധുനികവൽക്കരണം. ഓക്കെ, ആധുനികവൽക്കരണത്തിലൂടെ തൊഴിൽ ലഭിച്ചു എന്ന് പറഞ്ഞു. അതായത് ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവുമാണ് അവിടെ വരുന്നത്. മനസ്സിലായോ? 7ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 7ാമത്തെ ആൾക്ക് ആധുനികവൽക്കരണത്തിലൂടെ തൊഴിൽ ലഭിച്ചു എന്ന് പറഞ്ഞു അല്ലേ? ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ 7ാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനി 12 വരെ നമുക്ക് പോകാനായിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യത്തെ 4 നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതിനുശേഷം ദാരിദ്ര്യത്തിൽ നിന്ന് 5ാമത്തത് തുടങ്ങി. അതിനുശേഷം 6ാമത്തെ ആൾക്കാര് കൃഷിയും വ്യവസായവും മെച്ചപ്പെടുത്തിയപ്പോൾ 7ാമത്തെ ആൾക്ക് എന്ത് ലഭിച്ചു? ആധുനികവൽക്കരണത്തിലൂടെ തൊഴിൽ ലഭിച്ചു എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു സെന്റൻസ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ തീർന്നു, മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, ശ്രദ്ധിക്കുക. നോക്കൂ, 8 പേർ മാനവശേഷിയുമായി 9 ഗ്രാമങ്ങളിൽ പോയി. 8 പേര് എന്ത് ചെയ്യാണ്? അവർക്ക് നല്ല മാനവശേഷിയുണ്ട്. അവർ ആ മാനവശേഷി 8 പേരുണ്ട്. 8 പേര് ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് ആലോചിക്കുക. 4 പേര് വെച്ച് ഇങ്ങനെ നടന്നു പോന്നു. അവരുടെ കയ്യിൽ ഒരു വലിയൊരു ചാക്കുണ്ട്. അതിനകത്ത് എന്ത് എഴുതി വെച്ചിരിക്കുന്നു? മാനവശേഷി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഓക്കെ,
അപ്പൊ മാനവശേഷിയുമായിട്ട് അവരെങ്ങനെ പോന്നു? 9 ഗ്രാമങ്ങളിൽ പോയി. അപ്പൊ ആലോചിക്കുക, ഈ 8 പേര് എങ്ങനെയാണ് 9 ഗ്രാമങ്ങൾ അല്ലെ? ഒരു ഗ്രാമങ്ങളിൽ അഡീഷണൽ ആയിട്ട് പോയി ഓർത്തിരിക്കുക. 9 ഗ്രാമങ്ങളിൽ പോയി. 8 പേര് എന്ത് ചെയ്യുന്നു? മാനവശേഷിയുമായിട്ട് 9 ഗ്രാമങ്ങളിൽ പോയി. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? മൂലധനം നിക്ഷേപിച്ചു. ഓക്കെ, 9 ഗ്രാമങ്ങളിൽ പോയി എന്ത് ചെയ്തു? മൂലധനം നിക്ഷേപിച്ചു. എന്നിട്ട് മുഴുവൻ ജനങ്ങൾക്കും സമഗ്ര വികസനവും സുസ്ഥിര വികസനവും നൽകി. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ 9 ഗ്രാമങ്ങളിൽ പോയി മൂലധനം നിക്ഷേപിച്ചു. എന്നിട്ട് മുഴുവൻ ജനങ്ങൾക്കും എന്ത് നൽകി എന്നാണ് പറയുന്നത്? സമഗ്ര വികസനവും സുസ്ഥിര വികസനവും. ഒന്നും കൂടെ, സമഗ്ര വികസനവും സുസ്ഥിര വികസനവും നൽകുകയുണ്ടായി. മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ പറയുന്നു. 8 പേർ മാനവശേഷിയുമായിട്ട് 9 ഗ്രാമങ്ങളിൽ പോയി മൂലധനം നിക്ഷേപിച്ച് മുഴുവൻ ജനങ്ങൾക്കും സമഗ്ര വികസനവും സുസ്ഥിര വികസനവും നൽകി. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടെ. 8 പേർ മാനവശേഷിയുമായി. 8ാം പഞ്ചവത്സര പദ്ധതി എന്താണ് ലക്ഷ്യം? മാനവശേഷി വികസനമാണ്. എന്താണ്? മാനവശേഷി വികസനമാണ് കേട്ടോ. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? മാനവശേഷി വികസനമാണ്. അപ്പൊ 8ാം പഞ്ചവത്സര പദ്ധതി കിട്ടി. എന്നിട്ട് 8 പേർ മാനവശേഷിയുമായിട്ട് എവിടെ പോയി? 9 ഗ്രാമങ്ങളിൽ പോയി എന്ന് പറയുന്നു അല്ലെ? 9 എന്താണ് നോക്കിക്കേ? 9ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ്. വികേന്ദ്രീകൃത ആസൂത്രണം അതിനോടൊപ്പം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. 9ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ഗ്രാമീണ വികസനം. 9 പേര് 9 ഗ്രാമങ്ങളിൽ പോയി എന്നാണ് പറഞ്ഞത്. 8 പേര് മാനവശേഷിയുമായിട്ട് 9 ഗ്രാമങ്ങളിൽ പോയി. അപ്പൊ 8 പേരെന്ന് പറയുന്നത് മാനവശേഷി വികസനം 8ാം പഞ്ചവത്സര പദ്ധതി. 9 ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞത് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് എവിടെ വരുന്നത്? 9ാം പഞ്ചവത്സര പദ്ധതിയിൽ വരുന്നത്. മനസ്സിലായോ? 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. 8ാം പഞ്ചവത്സര പദ്ധതി 8 പേര് മാനവശേഷിയുമായിട്ട് 9 ഗ്രാമങ്ങളിൽ പോയി. 8 പേര് 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. 9ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ഓക്കെ, 9 ഗ്രാമങ്ങളിൽ പോയി എന്ത് ചെയ്തു? മൂലധനം നിക്ഷേപിച്ചു എന്ന് പറയുന്നു അല്ലെ? അതാണ് 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. എന്താണ്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. അപ്പം മൂലധനം നിക്ഷേപിച്ചു. നിക്ഷേപിക്കുന്നതിലൂടെ എന്തുണ്ടായി? സമഗ്ര വികസനം ഉണ്ടായി അല്ലെ? മുഴുവൻ ജനങ്ങൾക്കും സമഗ്ര വികസനവും സുസ്ഥിര വികസനവും ഉണ്ടായെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ എന്താണ്? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ്. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് 11ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ആൻഡ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ എന്താണ്? സുസ്ഥിര വികസനമാണ്. ഓക്കെ, അവിടെ സമഗ്ര വികസനവും സുസ്ഥിര വികസനവും അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. സമഗ്ര വികസനവും സുസ്ഥിര വികസനവും ഉണ്ടായി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ ആ ഒരു ടേബിൾ ഇനി കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ലല്ലോ അല്ലേ? നോക്കിക്കേ, 4 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആദ്യം കൃഷിയും, രണ്ടാമത് വ്യവസായവും, ഭക്ഷ്യ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കും. ഇത് എന്ത് ചെയ്യും? സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇതിന്റെ 4 കിട്ടി. ഇനി അതിനുശേഷം 5ാമത് തുടങ്ങിയത് ദാരിദ്ര്യത്തിൽ നിന്നാണ്. ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ട് 6 പേർ ചേർന്ന് കൃഷിയും വ്യവസായവും മെച്ചപ്പെടുത്തിയപ്പോൾ 7ാമത്തെ ആൾക്ക് ആധുനികവൽക്കരണത്തിലൂടെ തൊഴിൽ ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. 7ാമത്തതിന്റെയോടാ അത് ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവാണ്. ഇനി അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? 8 പേര് എന്താണ്? മാനവശേഷി 8 പേര് മാനവശേഷിയുമായിട്ട് 9 ഗ്രാമങ്ങളിൽ പോയി മൂലധനം നിക്ഷേപിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് സമഗ്ര വികസനവും സുസ്ഥിര വികസനവും ലഭ്യമാക്കി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി വെച്ചാല് നമുക്ക് ബാക്കിയും കിട്ടും. 8ാമത്തത് എന്താണ്? മാനവശേഷി വികസനമാണ്. 9 ഗ്രാമങ്ങളിൽ പോയി എന്ന് പറഞ്ഞു. അതായത് 9ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ്. 10ാം പഞ്ചവത്സര പദ്ധതി മൂലധനമാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ എന്താണ്? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ്. 12ന്റെ എന്താണ്? അത് സുസ്ഥിര വികസനമാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു നല്ല പോലെ ഒന്ന് എഴുതിയൊക്കെ വെച്ച് ഒരു തവണ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പിന്നീട് മറന്നു പോകത്തില്ല. ഓക്കെ ആണോ?
ശരി, അങ്ങനെയെങ്കിൽ ദാ ഈ ചോദ്യം ഒന്ന് നോക്കി. നിങ്ങൾ ആ വർഷം നിങ്ങൾ നോക്കണ്ട, അതിന്റെ ആ ഒരു കണ്ടന്റ് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയാൽ മതി. അതായത് താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിക്കണം. 5ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 10ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിച്ചു. 12ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നല് നൽകി. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാകും അല്ലെ? ഇപ്പൊ നമ്മൾ ഈ പഠിച്ചത് വെച്ച് നല്ല ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരാൾക്ക് ഇതിന് ആൻസർ കിട്ടിയിട്ടുണ്ടാകും. എന്താണ് ആൻസർ വരുന്നത്? ഇവിടെ 5ാമത്തത് നമുക്കറിയാം, അത് ശരിയാണ് അല്ലെ? 5ാമത്തത് ദാരിദ്ര്യം അല്ലെ? ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 6 പേര് ആ കൃഷിയും വികസനവും വ്യവസായവും ഒക്കെ മെച്ചപ്പെടുത്തിയത്. സോ അത് നമുക്ക് കിട്ടി, ദാരിദ്ര്യമാണ്. ഇനി 7ാമത്തെ ആൾക്ക് ആധുനികവൽക്കരണത്തിലൂടെ തൊഴിൽ ലഭിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞല്ലേ? ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, അത് നമുക്ക് ശരിയാണെന്ന് കിട്ടി. ഇനി 10ാമത്തെ നമുക്കറിയാം മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ്, അതും കറക്റ്റ് ആണെന്ന് കിട്ടി. ഇനി 12ാമത്തെ സമഗ്ര വികസനവും സുസ്ഥിര വികസനവും എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞത്? മാനവശേഷി വികസനം. നമ്മൾ 8 പേര് മാനവശേഷിയുമായിട്ടെന്നാണ് പറഞ്ഞത്. അതായത് 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെയാണ് മാനവശേഷി വരുന്നത്. സോ ഇതെന്താണ്? തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. സോ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇങ്ങനെയാണ് ഈ ഒരു ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ആയെന്നൊന്ന് പറയണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങളൊക്കെ പഠിച്ചിട്ടിരിക്കുന്നവരാണെന്നറിയാം, എന്നിരുന്നാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി, ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഈ ഒരു കമന്റ് ആണ് എനിക്ക് തുടർന്നും ക്ലാസ്സുകൾ എടുക്കാനുള്ള ആ ഒരു ആവേശം തരുന്നത്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ എത്ര, നിങ്ങൾ ചിലപ്പോൾ ഒരു താങ്ക് യു അല്ലെങ്കിൽ ഒരു ലവ് ചിഹ്നം ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ആര് കാണാനാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് അടുത്ത എടുക്കണം, നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്കൊരു ഊർജ്ജം വരും ഉള്ളിൽ നിന്ന്. ക്ലാസ് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് അത് എടുത്തു കൊടുക്കണം എന്നുള്ളൊരു സംഭവം ഉള്ളിൽ നിന്ന് വരത്തില്ലേ? സോ അതാണ് ഞാനും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് വേണ്ടുന്നത്, നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ്. അത് മാത്രമല്ല നിങ്ങളുടെ റിസൾട്ട്. ഈ റിസൾട്ടിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇത്രത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കണം, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ കോഴ്സ് ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് പോലും നല്ല രീതിയിൽ ക്ലാസ്സുകൾ കിട്ടി അവരെങ്ങനെയെങ്കിലും ജോലിക്ക് കയറണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ മാക്സിമം യൂട്യൂബിലൂടെ ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാം നമ്മൾ യൂട്യൂബിലൂടെ തരുന്നില്ല. നിങ്ങൾ വിചാരിക്കരുത് യൂട്യൂബ് വെച്ച് മാത്രം പഠിച്ചാൽ ജോലി കിട്ടും. അങ്ങനെ കിട്ടിയവരുണ്ടാകാം, അവർ വേറെ സോഴ്സസ് ഉപയോഗിച്ചിട്ടുണ്ടാകും, വേറെ ബുക്സുകൾ റെഫർ ചെയ്തിട്ടുണ്ടാകും, വേറെ നോട്ടുകൾ റെഫർ ചെയ്തിട്ടുണ്ടാകും. സോ അങ്ങനെയും കിട്ടിയവരുണ്ട്. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ സീരിയസ് ആണ്, നമുക്ക് ഉടനെ തന്നെ ഒരു ജോബ് വേണമെങ്കിൽ എവിടെയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസോട് കൂടി തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. സോ ഇനി നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നിങ്ങളുടെ കമന്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നതനുസരിച്ചുള്ള ടോപ്പിക്ക് നമ്മൾ വരുന്ന ദിവസങ്ങളിലായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ പഠിക്കുക. കോഴ്സിന്റെ ആ ഒരു ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. എല്ലാവരും അതൊന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, താങ്ക് യു.